പാറശാല ഷാരോൺ രാജ് വധക്കേസിലെ ശിക്ഷാവിധിയിന്മേലുള്ള വാദം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. മാധവ്, ഇപ്പോൾ പരമാവധി 10 വർഷമെങ്കിലും ആയേ ശിക്ഷ കൊടുക്കാവൂ എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതായത് ജീവപര്യന്തം കൊടുക്കരുത് എന്നുള്ളതാണ് വാദിക്കുന്നത്. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ വിഷയത്തിലുള്ളത്. സാഹചര്യ തെളിവുകളുള്ള കേസിൽ മുൻ കോടതി ഉത്തരവുകൾ കോടതി പരിശോധിക്കണം. വധശിക്ഷ ഒരു തരത്തിലും നിരക്കാത്തതാണ്. പ്രതിയെ മാനസാന്തരപ്പെടുത്തി പുനരധിവസിപ്പിക്കാനുള്ള കടമ സമൂഹത്തിനുണ്ട്. നമ്മുടെ ശിക്ഷാവിധികൾ എന്ന് പറയുന്നത് റിഫോർമേറ്റീവാണ്, ഒരു മനുഷ്യനെ പരിഷ്കരിക്കാനുള്ളതാണ്, മറിച്ച് പ്രതികാരാത്മകമല്ല. ഇതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ സങ്കല്പം. അതനുസരിച്ച് ഗ്രീഷ്മ എന്ന പ്രതിയെ പരിഷ്കരിച്ച് മനപരിവർത്തനം വരുത്തി സമൂഹത്തിന് ഉതകുന്ന ഒരാളാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാകണം ഈ ശിക്ഷയുടെ ലക്ഷ്യം. അത് കണക്കിലെടുത്തുള്ള ശിക്ഷ വേണം. ജീവപര്യന്തം ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രതിഭാഗം ആവർത്തിച്ച് പറയുന്നത്. 10 വർഷമെങ്കിലുമായി ശിക്ഷ കുറയ്ക്കണം. സാഹചര്യ തെളിവുകളുടെ കാര്യത്തിൽ ഉന്നത കോടതികളുടെ ഉത്തരവുകൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഗ്രീഷ്മയും ഷാരോണും മാത്രമാണ്, നേരത്തെ പറഞ്ഞതുപോലെ റിജിൻ പോലും പുറത്താണ് ഉണ്ടായിരുന്നത്. ഗ്രീഷ്മയും ഷാരോണും മാത്രമാണ് ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത്. പുറത്ത് വന്ന ഉടനെ ഷാരോൺ ഛർദ്ദിച്ചു എന്നുള്ളത് റിജിന്റെ മൊഴിയാണ് അതിൽ നിൽക്കുന്ന ഒരു ഘടകം. അപ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു വലിയ ഏറ്റവും പരമാവധി ശിക്ഷ എന്ന കാര്യത്തിലേക്ക് കോടതി പോകരുത് എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. 10 വർഷം എന്നുള്ളതായിരിക്കണം മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളത് കോടതിക്ക് മുൻപാകെ ഏറ്റവും അവസാനമായി വെക്കുകയാണ്. 10 വർഷം ജീവപര്യന്തം കൊടുക്കരുത് എന്നുള്ളതാണ് ആവശ്യം. എന്താണ് കോടതി കേൾക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. ഗ്രീഷ്മ നല്ല ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. ഷാരോണിനാണ് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുള്ളത് എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. സാഹചര്യ തെളിവുകളുടെ കാര്യത്തിൽ ഉന്നത കോടതികളുടെ ഉത്തരവുകൾ പരിഗണിക്കണം. പരമാവധി ഈ വിഷയത്തിൽ നൽകാൻ കഴിയുന്ന ജീവപര്യന്തമാണ്, പക്ഷേ അത് കുറയ്ക്കണം എന്നുള്ളതാണ്. അതായത് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളതാണ് സ്വാഭാവികമായും പ്രതിഭാഗത്തിന്റെ ആവശ്യം. ഈ പ്രതിയെ മാനസാന്തരപ്പെടുത്തി പുനരധിവസിപ്പിക്കാനുള്ള കടമ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു വാദമാണിത്. തുടർച്ചയായി 2 തവണ ഈ ശ്രമം ഉണ്ടായി. ആദ്യം ജ്യൂസിൽ ഇതുപോലെ വിഷം കലക്കി കൊടുത്തു, പിന്നീടാണ് ഈ കഷായത്തിൽ വിഷം കലക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായി ഈ അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു വളരെ ക്രൂരമായ മനസ്സുള്ള ആൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ചെകുത്താന്റെ സ്വഭാവം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതിനോടാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. മാനസാന്തരപ്പെടുത്തി പുനരധിവസിപ്പിക്കാനുള്ള കടമ സമൂഹത്തിനുണ്ട് എന്നുള്ളത് വിദ്യാഭ്യാസം അടക്കം ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 24 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഗ്രീഷ്മയ്ക്ക് അടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. 10 വർഷം പരമാവധി ശിക്ഷ എന്നുള്ളതാണ് ഏറ്റവും അവസാനം പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി. രാഹുൽ, ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അത് തന്നെയാണ് അഭിലാഷ് നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം അന്തിമവാദത്തിൽ ഈ പ്രതിയുടെ ഭാഗം കേൾക്കുന്നു. ശേഷം പ്രോസിക്യൂഷൻ ശക്തമായി ഇത്തരത്തിൽ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു. കൊന്നത് ഒരു ചെറുപ്പക്കാരനെയല്ല, മറിച്ച് സ്നേഹത്തെയാണെന്ന് പറയുന്നു. ശേഷം പ്രതിഭാഗവും അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുകയാണ്. പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളായാണ് അവർ വാദമുഖം ഉന്നയിച്ചത്. ഒന്ന് പഠനം, ഈ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. മറ്റൊന്ന് പ്രായമാണ്. അതിനുശേഷം തെളിവുകളുമായി ബന്ധപ്പെട്ട് സാഹചര്യ തെളിവ് മാത്രമാണുള്ളത്. അത്തരത്തിൽ സാഹചര്യ തെളിവ് മാത്രമുള്ളപ്പോൾ എത്തരത്തിൽ അങ്ങനെ പരമാവധി ശിക്ഷ പ്രോസിക്യൂഷന് അവകാശപ്പെടാനാകും, അത്തരത്തിൽ ശിക്ഷ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാനാകുമെന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. മറ്റൊന്ന്, ഈ ഒരു സ്ഥിതിയിലേക്ക് പ്രതി എങ്ങനെ എത്തി? ഷാരോൺ ഈ പറയുന്ന പോലെ ആ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞപ്പോൾ എത്തരത്തിലാണ് ഇടപെട്ടത്? ഭീഷണി എങ്ങനെയായിരുന്നു? ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച മാർഗങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പ്രതിഭാഗം വിശദീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആദ്യഘട്ടം മുതൽ ഷാരോണിന്റെ പശ്ചാത്തലത്തെ പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരത്തിൽ 4 ഘട്ടങ്ങളായി ഈ പ്രതിഭാഗം വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രതിഭാഗം പറയുന്നത് പരമാവധി ശിക്ഷ നൽകാൻ കഴിയുന്ന ജീവപര്യന്തമാണ്. അത് 10 വർഷമായി കുറയ്ക്കണം. അതിന് ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ച് വേണം ചെയ്യാൻ. ഏറ്റവും പ്രധാനമായ പ്രതിഭാഗം അവസാനം സൂചിപ്പിച്ചത് പ്രതിയെ മാനസാന്തരപ്പെടുത്തി സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിന് ഉത്തരവാദിത്വം കോടതിക്കും സമൂഹത്തിനും ജനങ്ങൾക്കും എല്ലാം ഉണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞു വെക്കുന്ന പ്രതിഭാഗം. അതുകൊണ്ട് തന്നെ ശിക്ഷ പരമാവധി ഇളവ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിക്കുകയാണ് പ്രതിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ഘട്ടങ്ങളായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിധി ഇനി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആദ്യം കേസ് പരിഗണിക്കാൻ വൈകുന്നു എന്ന് പറഞ്ഞു. കുറച്ചധികം കേസ് പരിഗണിച്ച ശേഷമാണ് ഈ കേസിലേക്ക് വന്നത്. എന്തായാലും ഈ വാദമുഖങ്ങൾ പൂർത്തിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും. എന്നിരുന്നാലും അപൂർവമായ കേസ് എന്ന രീതിയിൽ പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അങ്ങനെയല്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങളുള്ള കേസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ ശിക്ഷയിൽ ഇത്രമാത്രം ഇളവ് വരുത്തിയില്ലേ എന്ന തരത്തിൽ കൃത്യമായി പ്രതിഭാഗം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും നിയമവിദഗ്ധർ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇത് അപൂർവമായ ഒരു കേസോ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറയുന്നത്. സാഹചര്യ തെളിവ് മാത്രമാണുള്ളത്. പിന്നീട് ഡിജിറ്റൽ തെളിവുകൾ മാത്രമാണുള്ളത്. ആകെ ഫിസിക്കലി ഒരു തെളിവുള്ളത് ഒരു ഈ വിഷം നിറയ്ക്കാൻ ഉപയോഗിച്ച കുപ്പിയാണ്. അത് മാത്രമാണുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരികയുള്ളൂ.
തീർച്ചയായും നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കണം. 10 വർഷത്തിൽ താഴെയുള്ള ഒരു ശിക്ഷയാണ് പ്രതിഭാഗം ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരു ചെറുപ്പക്കാരനെ അല്ല പ്രതി സ്നേഹത്തെയാണ് കൊന്നത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തി.